ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബാലജി ഫോർ ഓൾ. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ പരീക്ഷയുടെ തീയതി കേരള PSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2021 ജനുവരി 25 തിങ്കളാഴ്ചയാണ് എക്സാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്: സക്സസ്ഫുള്ളായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് 23/10/2020 മുതൽ 11/11/2020 വരെ PSC കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള ആൾക്കാർ കൺഫർമേഷൻ ഈ 23/10/20 11/11/20 ഉള്ളിൽ തന്നെ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അതിനധികം വൈകണ്ട, എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യേണ്ടതാണ്. അങ്ങനെ 11/11/2020 കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 2021 ജനുവരി 11 മുതൽ ഹാൾ ടിക്കറ്റ് പ്രൊഫൈൽ വഴി ലഭ്യമാകുന്നതായിരിക്കും. മറക്കരുത്, ഹാൾ ടിക്കറ്റ് പ്രൊഫൈൽ വഴി ലഭ്യമാകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 11/1/2021. ഓക്കെ, പരീക്ഷ തീയതി അടുത്തു എന്ന് കരുതി ആരും വളരെയധികം ആങ്ഷ്യസ് ആവുകയോ അതുപോലെ തന്നെ ടെൻഷൻ അടിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മുമ്പിൽ കൃത്യം പറയുകയാണെങ്കിൽ ഏകദേശം 90 ദിവസം നമ്മുടെ കൈകളിലുണ്ട്. ഓക്കെ, ആ 90 ദിവസത്തെ എത്ര ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പരീക്ഷയിൽ നമുക്ക് വരുന്ന റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്: പ്രിപ്പറേഷൻ തുടങ്ങാൻ വൈകിയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ 90 ദിവസം കൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ അധ്വാനിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടോപ്പ് മോസ്റ്റ് റാങ്കിൽ തന്നെ വരാൻ സാധിക്കും. അപ്പോൾ എത്ര ഫലപ്രദമായി നമ്മൾ നമ്മുടെ സമയം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അപ്പോൾ പ്രിപ്പയർ ചെയ്യുക. അത് എക്സാം ഓറിയൻറ്റഡ് ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിനായി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രിപ്പറേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഇതാണ്: അവർ ആദ്യമായിട്ട് നമ്മുടെ +1+2 ബയോളജിയിലെ പറയുന്ന ടോപ്പിക് കവർ ചെയ്യുക. ഓക്കെ, ആ +1+2 ലെവലിലുള്ള ബയോളജി ഒരുവിധം നന്നായിട്ട് കവർ ചെയ്യുക. ഷുവറാണ്, നിങ്ങൾക്ക് വെറുതെ പറയുന്നതല്ല, അറ്റ്ലീസ്റ്റ് യു പീപ്പിൾ മേ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 20 ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ് ഏരിയാസ്. ഓക്കെ, നിങ്ങൾക്ക് മിനിമം 20 ക്വസ്റ്റ്യൻ നമുക്ക് ആ +1+2 കവർ ചെയ്താൽ കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത്രയ്ക്ക് ബേസിക് ആയിട്ടുള്ള സംഭവം അടങ്ങിയിട്ടുള്ള ടെക്സ്റ്റാണ്. മാത്രമല്ല അത് NCERT ഓറിയൻറ്റഡും ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എനിവേ, ആദ്യം ഒരു തുടക്കം എന്ന നിലയിൽ എല്ലാവരും +1+2 ബയോളജി ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ PG ബോട്ടണിയാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? PG ലെവലിലുള്ള ബോട്ടണി പ്രിപ്പയർ ചെയ്യുക. ഡിഗ്രി ലെവലിലുള്ള സുവോളജി പ്രിപ്പയർ ചെയ്താൽ മതിയാകും. ഇനി നിങ്ങൾ PG സുവോളജിക്കാരാണെങ്കിൽ നിങ്ങൾ PG ലെവൽ, അതായത് MSc ലെവലിൽ സുവോളജി പ്രിപ്പയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സിഡറി ലെവലിൽ പഠിച്ച ബോട്ടണിയും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഏകദേശം ഈക്വൽ പ്രൊപ്പോർഷനായിട്ടായിരിക്കും ബോട്ടണിയും സുവോളജിയും ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സുവോളജിയിലായിരിക്കും അവർ കൂടുതൽ നോളജ് ഉള്ളത്, ബോട്ടണിക്കാർക്ക് ബോട്ടണിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരവരുടെ സബ്ജക്റ്റ് MSc ലെവലിൽ പ്രിപ്പയർ ചെയ്യുക. സബ്സിഡറി ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ഡിഗ്രി ലെവലിലെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് ബയോളജിക്കാർക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടണിയിലും സുവോളജിയിലും കോമൺ ആയിട്ട് ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ജെനറ്റിക്സ്, മൈക്രോബയോളജി, സൈറ്റോളജി, മോളിക്യുലർ ബയോളജി, അങ്ങനെ അതുപോലെ തന്നെ എക്കോളജി, ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. ഓക്കെ, ഇത് ബോട്ടണിക്കാർക്കും സുവോളജിക്കാർക്കും ഒരുപോലെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബോട്ടണിക്കാർക്കും സുവോളജിക്കാർക്കും ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകളിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഓരോ പോയിൻറ്റ്സും നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു പോയിൻ്റ് നമ്മളത് കുറിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങളാവാം, പിന്നീട് നമ്മളത് സ്വാഭാവികമായിട്ട് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ലാസ്റ്റ് ടൈം നമുക്കൊരു ക്വിക്ക് റെഫറൻസിന് വേണ്ടി അത് എവിടെയെങ്കിലും നോട്ടായിട്ട് കുറിച്ചിട്ട് കഴിഞ്ഞാൽ
നമുക്ക് പരീക്ഷയ്ക്ക് 1-2 ദിവസം മുമ്പ് നമുക്കൊന്നും കൂടെ അത് ആവർത്തിക്കാനും അത് മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാനും അതുവഴി കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ക്വസ്റ്റ്യനിലെ കൺഫ്യൂഷൻ ഒഴിവാക്കാനും സാധിക്കും. ഓക്കെ, ഏതൊരു പ്രക്രിയയ്ക്കും ആദ്യം അത്യാവശ്യമായി നല്ലൊരു തുടക്കം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു നല്ലൊരു തുടക്കം കിട്ടാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുക. അത് പറയാൻ കാരണം ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസത്തിൽ ഒരു വർധനവുണ്ടാവും. ആ ആത്മവിശ്വാസത്തിലുണ്ടാകുന്ന വർധനവ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്കിനെയും കൈകാര്യം ചെയ്യുവാനും പഠിക്കുവാനുമുള്ള ഒരു താല്പര്യം ജനിപ്പിക്കുവാൻ നമ്മളിൽ സാധിക്കും. അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക് നിങ്ങൾ പഠിച്ചു നോക്കിയേ, അത് ബിൽഡപ്പ് ചെയ്യുന്ന കോൺഫിഡൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ലഭിക്കുമെന്നുള്ളത് അനുഭവത്തിന് വെളിച്ചത്തിൽ പറയുകയാണ്. ഓക്കെ, അപ്പോൾ എനിവേ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ 16ാമത്തെ ഭാഗത്തിലോട്ട് കടക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ. ഓക്കെ, നിങ്ങളുടെ 71ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൊക്യാരിയോട്ടിക് സെല്ലുലാർ ഓർഗനൈസേഷൻ ഇസ് ഫൗണ്ട് ഇൻ ഓപ്ഷൻ എ ബാക്ടീരിയൽ സെൽ, ഓപ്ഷൻ ബി പ്ലാന്റ് സെൽ, ഓപ്ഷൻ സി ആനിമൽ സെൽ ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ഫംഗൽ സെൽ. ഓക്കെ, നോക്കിയാൽ നമ്മുടെ ആർച്ച് വിറ്റാക്കറിൻ്റെ ഫൈക്കിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ എല്ലാവരും ഒന്ന് ഓർത്തെ. 1969 1969 ആർച്ച് വിറ്റാക്കർ എന്ന ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച ഒരു ക്ലാസിഫിക്കേറ്ററി സിസ്റ്റമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിൽ അദ്ദേഹം എല്ലാ ഓർഗാനിസങ്ങളെയും 5 കിങ്ഡമായിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ്? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിൽ കിങ്ഡം മൊനീറ എന്ന് പറയുന്ന ബാക്ടീരിയ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ മാത്രമാണ് എന്തുള്ളത്? പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം ഉള്ളത്. ബാക്കി കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ ഇതെല്ലാം യൂക്യാരിയോട്സ് ആണ്. ശരിയാണല്ലോ. അപ്പോൾ എന്താ വ്യത്യാസം പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും? ഒരു ഓർഗാനിസത്തിനെ പ്രോക്യാരിയോട്ട് എന്ന് പറയണമെങ്കിൽ അത് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അവിടെ ഒരു വെൽ ഡെവലപ്ഡ് ഓർ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടാകരുത്, ആബ്സെൻ്റ് ആയിരിക്കണം. പിന്നെ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസും ആബ്സെൻ്റ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഓർഗാനിസത്തെ പ്രോക്യാരിയോട്ട് എന്ന് വിളിക്കാം. അപ്പോൾ വാട്ട് ആർ ദ കണ്ടീഷൻ ഫോർ പ്രോക്യാരിയോട്സ്? When an organism is said to be a prokaryote, it should satisfy 2 criteria, and they are those organisms should lack a well-defined or well-developed nucleus, and also they should lack membrane-bound cell organelles. അല്ലേ, ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിനോടുകൂടി കാണപ്പെടുന്ന ന്യൂക്ലിയസ്, അതിനെയാണ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ന്യൂക്ലിയർ മെംബ്രെയിനാൽ ചുറ്റപ്പെട്ട ന്യൂക്ലിയസ് ഉണ്ടാകാൻ പാടില്ല പ്രോക്യാരിയോട്സിൽ. അതുപോലെ തന്നെ മെംബ്രെയിനാൽ ചുറ്റപ്പെട്ട സെൽ ഓർഗനൽസും കാണും, അവിടെ പാടില്ല. അല്ലേ, സെൽ അത് ഏതൊക്കെയായിരിക്കും? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസം, അങ്ങനെയൊക്കെയുള്ള പിന്നെ ലൈസോസോം, വാക്യൂൾ, അങ്ങനെയൊക്കെയുള്ള സെൽ ഓർഗനൽ മെംബ്രെയിൻ ബൗണ്ടാണ്. അതൊന്നും ഇവിടെ കാണാൻ പാടില്ല. പക്ഷേ മെംബ്രെയിൻ ബൗണ്ട് അല്ലാത്ത സെൽ ഓർഗനൽ കാണാം. ഫോർ എക്സാമ്പിൾ റൈബോസോം, അല്ലേ, അത് പ്രോക്യാരിയോട്സിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രോക്യാരിയോട്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരാണ്? ഈ എല്ലാ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ളത് ബാക്ടീരിയയാണ്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ബാക്ടീരിയൽ സെൽ. അതെന്താ പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും ഫംഗൽ സെല്ലൊന്നും ആവാത്തത്? കാരണം അവരെല്ലാം യൂക്യാരിയോട്സ് ആണ്. ആർച്ച് വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ബാക്ടീരിയ റെപ്രസെൻറ്റ് ചെയ്യുന്ന കിങ്ഡം മൊനീറയാണ്. അതൊഴികെയുള്ള എല്ലാ കിങ്ഡവും എന്താണ്? യൂക്യാരിയോട്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്താണ് യൂക്യാരിയോട്സ്? യൂക്യാരിയോട്സ് ആർ ദോസ് ഓർഗാനിസം ഹാവിങ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഓർ വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്. ഓക്കെ, അപ്പോൾ യൂക്യാരിയോട്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിൻ്റെ അർത്ഥം മെംബ്രെയിൻ ഇല്ലാത്ത സെൽ ഓർഗനൽ ഇല്ല എന്നല്ല. ഓക്കെ, മറക്കരുത്, റൈബോസോം മെംബ്രെയിൻ ഇല്ലാത്ത സെൽ ഓർഗനലാണ്. അത് പ്രോക്യാരിയോട്സിലും കാണും, യൂക്യാരിയോട്സിലും കാണും. ഓക്കെ, ബട്ട് യൂക്യാരിയോട്സിൽ എന്താ? മെംബ്രെയിൻ ഇല്ലാത്ത സെൽ ഓർഗനിലേക്കാൾ കൂടുതലുള്ള എന്താ? മെംബ്രെയിനുള്ള സെൽ ഓർഗനിലാണ്. മറക്കരുത്. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും പ്രോക്യാരിയോട്സിൽ മെംബ്രെയിനുള്ള സെൽ ഓർഗനൽ കാണാൻ പറ്റില്ല. വെറാസ് ഇൻ യൂക്യാരിയോട്സ് യു ക്യാൻ സി ബോത്ത് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽ ആസ് വെൽ ആസ് മെംബ്രെയിൻ ലെസ് സെൽ ഓർഗനൽ. ഓക്കെ, മറക്കരുത്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ. യൂക്യാരിയോട്സിൽ മെംബ്രെയിൻ ലെസ് ആയിട്ടുള്ള, അതായത് മെംബ്രെയിൻ ഇല്ലാത്ത സെൽ ഓർഗനൽ അഥവാ സെൽ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? എന്തൊക്കെയാണത്?
ഒന്ന് റൈബോസോം ഒരു എക്സാമ്പിളാണ്. ദെൻ ക്രോമസോം വേറൊരു എക്സാമ്പിളാണ്. ദ ലാക്ക് മെംബ്രെയിൻ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്ന സെൻട്രിയോൾ ഓർ സെൻട്രോസോം, ഇതിലൊന്നും എന്തില്ല, മെംബ്രെയിൻ ഇല്ല. പിന്നെ ന്യൂക്ലിയസിൻ്റെ അകത്ത് കാണുന്ന ന്യൂക്ലിയോലസ്, അതിനും മെംബ്രെയിൻ. ഇതൊക്കെ മെംബ്രെയിൻ ലെസ് ആയിട്ടുള്ള സെൽ സ്ട്രക്ചേഴ്സാണ് ഇവിടെ കാണപ്പെടുന്നത് യൂക്യാരിയോട്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ബാക്ടീരിയൽ സെൽ. ഓക്കെ, 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ട്രാൻസ്ഡക്ഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ജനറ്റിക് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ഓപ്ഷൻ എ, 2 ബാക്ടീരിയ ത്രൂ ഡയറക്റ്റ് കോൺടാക്റ്റ്. Option B, 2 bacteria mediated by a virus. Option C, a virus and bacterium. Option D, 2 viruses mediated by bacterium. ഓക്കെ, നോക്കിയേ, ഈ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്ന ആ ജനറ്റിക് റീകോമ്പിനേഷൻ ആരൊക്കെ തമ്മിൽ നടക്കുന്നത്? നിങ്ങൾക്കറിയാം, ബാക്ടീരിയ ഒരു പ്രോക്യാരിയോട്ടിക് ഓർഗാനിസമാണ്. യൂക്യാരിയോട്സിൽ കാണപ്പെടുന്നത് പോലെ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ബാക്ടീരിയയിൽ ഇല്ല. പക്ഷേ ബാക്ടീരിയകൾ തമ്മിൽ എന്ത് കൈമാറുന്നുണ്ട്? ഒരു ബാക്ടീരിയയിൽ നിന്ന് ജീന് അടുത്ത ബാക്ടീരിയയിലോട്ട് കൈമാറുന്നു, DNA ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് ഗ്യാമെറ്റുകൾ യുണൈറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 ഓർഗാനിസത്തിലെയും DNAകൾ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അവിടെ റീകോമ്പിനേഷൻ നടക്കുകയാണ്. ആ കമ്പൈൻ ചെയ്യുന്ന DNA പുതിയൊരു പാറ്റേൺ ഉണ്ടാക്കും, ജീനുകളുടെ പുതിയ പാറ്റേൺ ഉണ്ടാക്കും, അല്ലേ? അപ്പോൾ അവരിങ്ങനെ റീകമ്പൈൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു പുതിയ പാറ്റേൺ ഉണ്ടാകുന്നു. ആ ഫിനോമിനയാണ് റീകോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈവൻ ദോ എ വെൽ ഡെവലപ്ഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ആബ്സെൻറ്റ് ഇൻ ബാക്ടീരിയ, ബട്ട് ദേ ആർ നോട്ടഡ് ഫോർ a primitive type of sexual reproduction known as bacterial genetic recombination. ഓക്കെ, ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ബാക്ടീരിയൽ ആബ്സെൻ്റ് ആണ്. പക്ഷേ 2 ബാക്ടീരിയകൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്ടീരിയകൾ വേറെ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് DNAകളെ കൈമാറുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് നമുക്ക് ഒരു തരത്തിലുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് കണക്കാക്കാൻ സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയൽ ജനറ്റിക് റീകോമ്പിനേഷൻ. ഓക്കെ, നോക്കിയേ, ബാക്ടീരിയ കാണിക്കുന്ന ബാക്ടീരിയൽ ജനറ്റിക് റീകോമ്പിനേഷൻ താഴെ പറയുന്നവയാണ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷനാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ബാക്ടീരിയൽ ജനറ്റിക് റീകോമ്പിനേഷനാണ്. അത് കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. എന്താണ് ട്രാൻസ്ഫോർമേഷൻ? The process of transfer of DNA from one bacterium to another bacterium through the agency of a medium is known as എന്ത് വിളിക്കുക? ട്രാൻസ്ഫോർമേഷൻ. ഒരു മീഡിയത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു ബാക്ടീരിയയിൽ നിന്ന് DNA ഇളകി മാറി അടുത്ത ബാക്ടീരിയയിലോട്ട് പോവുകയാണ് എങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ബാക്ടീരിയൽ ജനറ്റിക് റീകോമ്പിനേഷൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുക. ആ ട്രാൻസ്ഫോർമേഷൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ഫ്രെഡറിക് ഗ്രിഫിത്ത്, F. ഗ്രിഫിത്താണ്. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് ആ DNA കിട്ടുന്ന ആ റിസിപ്പിയൻ്റ് ബാക്ടീരിയ ഉണ്ടാവുമല്ലോ. ഏത് ബാക്ടീരിയയാണോ DNA കിട്ടുന്നത്, ആ ബാക്ടീരിയ റിസിപ്പിയൻ്റ് ബാക്ടീരിയ, ആരാണോ DNA കൊടുക്കുന്നത് അതിനെ ഡോണർ ബാക്ടീരിയ എന്ന് പറയും. ആ റിസിപ്പിയൻ്റ് ബാക്ടീരിയ എന്തോന്നും ചെയ്യും? അവൻ്റെ ഒരു ക്യാരക്ടർ, അവൻ്റെ രൂപം അങ്ങ് മാറും. അവൻ വേറൊരു ബാക്ടീരിയത്തെ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അവന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. അതുകൊണ്ടാണ് ആ ഫിനോമിനെ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ എന്താണ്, നമ്മുടെ ഒരു തരത്തിലുള്ള ബാക്ടീരിയ വേറൊരു തരത്തിലുള്ള ബാക്ടീരിയ ആയിട്ട് മാറുന്നുണ്ട്. ആ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഒന്ന് നോക്കാവുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലായി ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബാക്ടീരിയൽ ജനറ്റിക് റീകോമ്പിനേഷൻ ഇൻ വിച്ച് വാട്ട് ഹാപ്പൻസ്, ദ DNA is transferred from one bacterium to another bacterium through the agency of medium, underlying medium. As a result, one type of bacteria get converted into another type. Hence the name transformation. അതാണ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഡക്ഷൻ അല്ല. ഇനി അടുത്ത് നോക്കിയാൽ അടുത്തൊരു ബാക്ടീരിയൽ ജനറ്റിക് റീകോമ്പിനേഷനാണ് കോൺജുഗേഷൻ. എന്താ കോൺജുഗേഷൻ? ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് DNA ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ ബാക്ടീരിയം ത്രൂ ദ ഏജൻസി ഓഫ് എ കോൺജുഗേഷൻ കനാൽ ക്യാൻ ബി കോൾഡ് ആസ് കോൺജുഗേഷൻ. ഒരു ബാക്ടീരിയത്തിലുള്ള DNA ഇളകി മാറി അടുത്ത ബാക്ടീരിയത്തിലോട്ട് പോകുന്നു. അത് ഒരു കനാൽ വഴി, ഒരു കോൺജുഗേഷൻ കനാൽ എന്ന് നമ്മളതിനെ വിളിക്കുന്നത്. ആ കനാൽ വഴിയാണെങ്കിൽ ഒരു പാസേജ്, ഒരു ചാനൽ, അതുവഴിയാണെങ്കിൽ എന്ത് വിളിക്കാം? കോൺജുഗേഷൻ എന്ന് വിളിക്കാം. ഈ കോൺജുഗേഷൻ എന്ന പ്രക്രിയ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്?
ലെഡർബർഗ് ആൻഡ് ടാറ്റം. ലെഡർബർഗ് ആൻഡ് ടാറ്റം അത് പഠിക്കുക. ഈ സയൻറ്റിസ്റ്റുമാരുടെ പേര് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിച്ചത് ഗ്രിഫിത്ത് ആണെങ്കിൽ കോൺജുഗേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ലെഡർബർഗ് ആൻഡ് ടാറ്റം. ഓക്കെ, അപ്പം രണ്ട് ബാക്ടീരിയകൾ അടുത്തടുത്ത് വരുന്നു. അടുത്തടുത്ത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരൊരു കനാൽ ബിൽഡപ്പ് ചെയ്യുന്നു. അതിൻ്റെ പേരാണ് കോൺജുഗേഷൻ കനാൽ. ആ കോൺജുഗേഷൻ കനാൽ വഴി ഡോണർ ബാക്ടീരിയത്തിൽ നിന്ന് DNA ഇളകി മാറി എവിടേക്ക് പോകുന്നു? റിസിപ്പിയൻ്റ് ബാക്ടീരിയത്തിലോട്ട് പോകുന്നു. അത്തരത്തിലുള്ള ബാക്ടീരിയൽ ജെനറ്റിക് റീകോമ്പിനേഷനെ കോൺജുഗേഷൻ എന്ന് വിളിക്കാൻ കണ്ടുപിടിച്ചത് മറക്കരുത്, ലെഡർബർഗ് ആൻഡ് ടാറ്റം. ഓക്കെ, ഇനി നോക്കി എന്താണ് അടുത്ത മൂന്നാമത്തെ തരത്തിലുള്ള ഒരു ബാക്ടീരിയൽ ജെനറ്റിക് റീകോമ്പിനേഷനാണ് ട്രാൻസ്ലക്ഷൻ. എന്താ ട്രാൻസ്ലക്ഷൻ? ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് DNA ഫ്രം ഓൺ ബാക്ടീരിയം ടു അനദർ ബാക്ടീരിയം ത്രൂ ദ ഏജൻസി ഓഫ് എ വൈറസ് ക്യാൻ ബി കോൾഡ് ആസ് ട്രാൻസ്ലക്ഷൻ. വൈറസിൻ്റെ വേറൊരു പേരെന്താ? ഫേജ്, PHAGE, അല്ലേ? അങ്ങനെ വൈറസ് വഴി DNA ഒരു ബാക്ടീരിയത്തിൽ നിന്ന് അടുത്ത ബാക്ടീരിയത്തിലോട്ട് പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ബാക്ടീരിയൽ ജെനറ്റിക് റീകോമ്പിനേഷൻ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലക്ഷൻ. The process of transfer of DNA from one bacterium to another bacterium through the agency of a virus or a phage can be called as what? Translection. ഇത് കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? മറ്റു സയൻറ്റിസ്റ്റ് കോമൺ, ലെഡർബർഗ് ആൻഡ് സിന്തർ. മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറസ് വന്ന് ഒരു ബാക്ടീരിയത്തെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. ആ ബാക്ടീരിയത്തെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ചില പ്രക്രിയകൾ മുഖാന്തിരം ആ ബാക്ടീരിയയിലുള്ള കുറച്ച് ജീൻ അഥവാ DNA കുറച്ച് പോർഷൻ ആ വൈറസിലോട്ട് ആഗിരണം ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ബാക്ടീരിയൽ DNA മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ആ ബാക്ടീരിയയുടെ സെൽ വാളിനെ ബ്രേക്ക് ചെയ്ത് ആ വൈറസിൻ്റെ കുഞ്ഞുങ്ങൾ പുറത്ത് ചാടുന്നു. എന്നിട്ട് പുതിയ ബാക്ടീരിയയെ ആ വൈറസ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നേരത്തെ ബാക്ടീരിയയിൽ നിന്ന് ഈ വൈറസിലോട്ട് കയറിയില്ലേ ബാക്ടീരിയ DNA, അത് ആ വൈറസ് ആ പുതിയതായിട്ട് ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയത്തിന് കൊടുക്കുന്നു. കണ്ടോ? അപ്പോൾ നമ്മൾ ഒന്ന് ഒരു ഓവറോൾ വ്യൂ നോക്കിയാൽ എന്താ ചെയ്തത്? ആ വൈറസ് എന്താ ചെയ്തത്? ആ വൈറസ് ആ ബാക്ടീരിയത്തിലുള്ള DNA എടുത്തിട്ട് വേറൊരു ബാക്ടീരിയയ്ക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നു, അല്ലേ? അത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ പ്രോസസ് ഓർ ദ ഫിനോമിന ഓഫ് ട്രാൻസ്ഫർ ഓഫ് DNA ഫ്രം ഓൺ ബാക്ടീരിയം to another bacterium through the agency of virus can be called as translection. Discovered by whom? Discovered by Ledderberg and Sinther. ഓക്കെ, മറക്കരുത്. നമ്മുടെ കോൺജുഗേഷൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ഗ്രിഫിത്ത് ആണ്. അതൊരിക്കലും കോൺജുഗേഷൻ അല്ല, ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ഗ്രിഫിത്ത് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കി, കോൺജുഗേഷൻ കണ്ടുപിടിച്ച ആരാണ്? ലെഡർബർഗും ടാറ്റവുമാണ്. ഇനി ട്രാൻസ്ലക്ഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ലെഡർബർഗും സിന്തറുമാണ്. മറക്കരുത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാണ് എൻ്റെ പ്രതീക്ഷ. എന്തായിരിക്കും? ട്രാൻസ്ലക്ഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ജെനറ്റിക് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ വാട്ട്? ടു ബാക്ടീരിയ മീഡിയേറ്റഡ് ബൈ എ വൈറസ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഓപ്ഷൻ ബി. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടു പെർഫോം ഫ്ലൂറസെൻസ് ഇൻ സിറ്റു ഹൈബ്രിഡൈസേഷൻ, ഫസ്റ്റ് ദ സെൽസ് ആർ അറസ്റ്റഡ് ഇൻ A. prophase, B. anaphase, C. telophase, D. metaphase. ഓക്കെ, നമുക്ക് ആദ്യം ഫ്ലൂറസെൻ്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നോക്കാം. നോക്കി, ഫ്ലൂറസെൻ്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ ഈസ് അബ്രിവേറ്റ്ലി നോൺ ആസ് FISH. ഓക്കെ, ഇതെന്ന് പറയുന്നത് സെല്ലിലെ നമ്മൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് കാണപ്പെടുന്ന DNA പർട്ടിക്കുലർ ലൊക്കേഷനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലൂറസെൻ്റ് പ്രോബ്സ് ആണ്. അതായത് ഏത് സീക്വൻസിനെയാണ് നമുക്ക് തിരിച്ചറിയേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പ്രോബിനെ നമ്മൾ ഉപയോഗിക്കും. അതിൻ്റെ കൂടെ തന്നെ ആ പ്രോബിൻ്റെ കൂടെ തന്നെ ഒരു ചില ഫ്ലൂറസെൻസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ചില പ്രോട്ടീനെ കൊണ്ട് നമ്മൾ അതെന്ത് ചെയ്യും? ലേബലും ചെയ്തിരിക്കുക. അതിന് വിളിക്കുന്ന പേരാണ് ഫ്ലൂറസെൻ്റ് പ്രോബ്സ്. ഓക്കെ, ഇത് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ഒരുപാട് റിസർച്ചേഴ്സ് ചേർന്നിട്ടാണ് 1980-കളിലാണ്. നോക്കി, എന്താണ് ഈ ഫിഷ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ ടെക്നിക് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് സ്പെസിഫിക് ജീൻ സീക്വൻസ്. ഒരു പർട്ടിക്കുലർ ജീൻ സീക്വൻസ് ഉണ്ടോ ഇല്ലയോ, അവിടെ നിന്ന് അത് ഡിലീറ്റ് ആയി പോയോ, അതവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഏതാണ് സീക്വൻസ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് നമ്മുടെ ഫിഷ്. ഓക്കെ, ഫിഷ് ഈസ് എ പ്രോസസ് വിച്ച് വിവിഡ്ലി പെയിൻറ്റ്സ് ക്രോമസോം ഓർ പോർഷൻസ് ഓഫ് ക്രോമസോം വിത്ത് ഫ്ലൂറസെൻ്റ് മോളിക്യൂൾ. ചില ഫ്ലൂറസെൻ്റ് മോളിക്യൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക്
ഏത് ജീൻ സീക്വൻസിനെയാണോ തിരിച്ചറിയേണ്ടത് അത് അവിടെ ആ ഫ്ലൂറസെൻ്റ് മോളിക്യൂൾ അവിടെ എന്ത് ചെയ്യും, ടാഗ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ആ പർട്ടിക്കുലർ പോർഷൻ ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് വിസിബിളായിട്ട് കാണുവാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ജീൻ അവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ ഉണ്ടോ, അതുപോലെ തന്നെ ആ സീക്വൻസിൻ്റെ നേച്ചർ എന്താണ് എന്നൊക്കെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഏതാ, ഫ്ലൂറസെൻ്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അതായത് ടു പെർഫോം ഫ്ലൂറസെൻ്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ ഫസ്റ്റ് ദ സെൽസ് ആർ അറസ്റ്റഡ് ഇൻ. അപ്പോൾ നമുക്ക് ഈ ഫിഷ് ചെയ്യണമെങ്കിൽ സെല്ലിനെ ഏത് സ്റ്റേജിലാണ് നമ്മൾ അറസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്, പിടിച്ചു നിർത്തേണ്ടത്? ഓക്കെ, സെൽ ഡിവിഷൻ പല സ്റ്റേജ് ഉണ്ടല്ലോ. പ്രോഫേസ് ഉണ്ട്, അനാഫേസ് ഉണ്ട്, ടീലോഫേസ് ഉണ്ട്, മെറ്റാഫേസ് ഉണ്ട്. കണ്ടോ, ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ബേസിക് നോളേജ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റും. നമുക്കറിയാം ക്രോമസോമിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ പറ്റുന്നതും ക്രോമസോം ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ളതുമായ സ്റ്റേജ് ഏതാണ്? മെറ്റാഫേസ് ആണ് അല്ലേ? അതായത് സെല്ലിൻ്റെ മെറ്റാ പ്ലേറ്റിൽ ക്രോമസോമുകൾ അലൈൻ ചെയ്യുന്ന ആ ഫേസിനെ വിളിക്കുന്ന പേരാണ് മെറ്റാഫേസ് അല്ലേ? ഇക്വിറ്റോറിയൽ പ്ലെയിനിലെ എല്ലാ ക്രോമസോമും നിരനിരയായിട്ട് അലൈൻ ചെയ്യും. അപ്പം മെറ്റാഫേസ് ഈസ് ദ ആക്ച്വൽ സ്റ്റേജ് വെയർ ദി കംപ്ലീറ്റ് ക്രോമസോം, ദി എൻറ്റയർ സ്ട്രക്ചർ ഓഫ് ദി ക്രോമസോം ക്യാൻ ബി വെൽ സ്റ്റഡീഡ്. അതുകൊണ്ട് തന്നെ ഫ്ലൂറസെൻ്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നോക്കുന്ന എന്താ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണമെങ്കിൽ ക്രോമസോമിൻ്റെ എൻഡൽ സ്ട്രക്ചർ ആദ്യം വിസിബിൾ ആവണ്ടേ. അപ്പം ഏത് സ്റ്റേജിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്, ഒരു ഡൗട്ടും ഇല്ല, അത് മെറ്റാഫേസിൽ തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? മെറ്റാഫേസ്. ഓക്കെ, നിങ്ങളുടെ 74ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടെമ്പറേച്ചർ റേഞ്ച് അറ്റ് വിച്ച് ദ പ്രൈമർ അനീലിംഗ് ഹാപ്പൻസ് ഇൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഈസ്, ദാറ്റ് ഈസ് PCR ഈസ് A 70 to 72 degrees Celsius, B 94 to 96 degrees Celsius, C 50 to 60 degrees Celsius, and the last option is 20 to 40 degrees Celsius. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് PCR കുറിച്ചാണ്. എന്താണ് PCR? Polymerase chain reaction is abbreviatedly known as PCR. PCR is a technique which is used for DNA amplification or gene amplification. ഓക്കെ, നമുക്ക് പല ബയോടെക്നോളജിക്കൽ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സമയത്തും നമുക്ക് ചില ജീനുകളെ അധികമായിട്ട് ആവശ്യം വരും. അതിൻ്റെ പല കോപ്പീസ് ആവശ്യമായിട്ട് വരാറുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഒരു പർട്ടിക്കുലർ ഒരൊറ്റ ജീനാണെന്ന് വിചാരിച്ച്, ഒരു ജീൻ സീക്വൻസ് മാത്രം ഉണ്ടെന്ന് വിചാരിച്ച് പർട്ടിക്കുലർ ജീൻ, അപ്പോൾ അതിൻ്റെ ഒരു 1000 കോപ്പി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? PCR മെഷീനിലോട്ട് നമ്മൾ ആ ജീൻ സീക്വൻസിന് കൊടുക്കും. അപ്പോൾ നമുക്ക് എത്ര കോപ്പി വേണോ അതിന് അത്രയും കോപ്പി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അതിന് വിളിക്കുന്ന പേരാണ് ജീൻ ആംപ്ലിഫിക്കേഷൻ ഓർ DNA ആംപ്ലിഫിക്കേഷൻ. PCR is a technique which is used for DNA amplification or gene amplification. In PCR, we can make up to billion copies of DNA from a single DNA fragment itself. Okay, ഒരു സിംഗിൾ DNA ഫ്രാഗ്മെൻറ്റിൽ നിന്ന് ബില്യൺ കോപ്പീസ് ഓഫ് DNA വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ആ മെഷീൻ വിളിക്കുന്ന പേര് നമുക്ക് PCR എക്യുപ്മെൻ്റ് എന്നോ PCR മെഷീൻ എന്നോ അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് തെർമോസൈക്കിളർ എന്ന് വിളിക്കാം. കാരണം ഡിഫറൻറ്റ് ടെമ്പറേച്ചർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനും വേണം, അതുകൊണ്ട് വിളിക്കുന്ന പേരാണ് തെർമോസൈക്കിളർ. PCRൽ നമ്മൾ ഉപയോഗിക്കുന്ന DNA പോളിമറൈസ് എൻസൈമിൻ്റെ പേരാണ് ടാക് പോളിമറൈസ് അല്ലേ? ടാക് പോളിമറൈസ്. ആ ടാക് പോളിമറൈസ് എന്ന് പറയുന്ന ആ DNA പോളിമറൈസ് എൻസൈം എടുക്കുന്നത് ഒരു ബാക്ടീരിയത്തിൽ നിന്നാണ്, പേര് തെർമസ് അക്കോട്ടിക്കസ്. ഓക്കെ, അതിന് ഹൈ ടെമ്പറേച്ചറിനെ സർവൈവ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു എൻസൈമാണത്. ഓക്കെ, മറക്കരുത്. ഈ PCR ടെക്നിക്ക് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? കാരി മുള്ളീസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. മറക്കരുത്, കാരി മുള്ളീസ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി PCRൽ ഉപയോഗിക്കുന്ന DNA പോളിമറൈസ് എൻസൈം ഐസൊലേറ്റ് ചെയ്യുന്ന ഇവിടെ നിന്നാണ് പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയ ആയിട്ടുള്ള ഒരു ഓർഗാനിസം എന്നാണ്. പേരെന്താ ബാക്ടീരിയയുടെ? തെർമസ് അക്കോട്ടിക്കസ്. അത് ടെമ്പറേച്ചറിനെ ഹൈ ടെമ്പറേച്ചറിനെ അതിജീവിക്കാൻ കഴിവുള്ളതാണ്, എൻസൈമാണ് അല്ലേ? കാരണം എന്താ, ഈ PCR എക്യുപ്മെൻറ്റ് അഥവാ തെർമോസൈക്കിളിൽ പലപ്പോഴും നമുക്ക് ഹൈ ടെമ്പറേച്ചർ കൊടുക്കാൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടെമ്പറേച്ചറിനെ അതിജീവിക്കാൻ കഴിവുള്ള DNA പോളിമറൈസ് എൻസൈം തന്നെ ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ടാക് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ PCR എക്യുപ്മെൻ്റ് അഥവാ തെർമോസൈക്കിളിൽ നടക്കുന്ന സ്റ്റെപ്പുകൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ഡീനാച്ചുറേഷനാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്ന അനീലിംഗ് അഥവാ പ്രൈമർ അനീലിംഗ് ആണ്.
മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റെൻഷനാണ് ഓർ എലോങ്ങേഷനാണ്. ഓക്കെ, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഡി എൻ എയുടെ 2 സ്ട്രാൻഡുകൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീനാച്ചുറേഷൻ. ദ പ്രോസസ് സെപ്പറേഷൻ ഓഫ് ബോത്ത് സ്ട്രാൻഡ്സ് ഓഫ് ഡി എൻ എ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ക്യാൻ ബി കോൾഡ് ആസ് ഡീനാച്ചുറേഷൻ. ദെൻ നമുക്കറിയാം, നമ്മുടെ ആ സെപ്പറേറ്റ് ചെയ്ത ഡി എൻ എ സ്ട്രാൻഡുകളുടെ ഇനിഷ്യൽ സീക്വൻസിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ചെറിയ ഡി എൻ എ സീക്വൻസുകൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമർ അനീലിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തെർമസ് അക്കോട്ടിക്കസ് എന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ടാഗ് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് ആ നമ്മൾ കൊടുത്ത അനീൽ ചെയ്യപ്പെട്ട ഒട്ടിച്ച് ചേർക്കപ്പെട്ട ആ പ്രൈമറിൻ്റെ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വരും നമ്മുടെ സെപ്പറേറ്റ് ചെയ്ത ഡി എൻ എ സ്ട്രാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട്. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് പ്രൈമർ എക്സ്റ്റൻഷൻ. ഓക്കെ, ഇതൊക്കെ നടക്കുന്നത് ഓരോ ടെമ്പറേച്ചറിലാണ്. ആ ടെമ്പറേച്ചറിൽ ഈ പ്രൈമർ അനീലിംഗ് നടക്കുന്നത് ഏത് ടെമ്പറേച്ചറിലെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൈമർ അനീലിങ്ങിന് വേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50 to 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ സി, 50 to 60 ഡിഗ്രി സെൽഷ്യസ്. ഈ ടെമ്പറേച്ചർ പലപ്പോഴും പല ടെക്സ്റ്റുകളിലും അല്പം സ്വല്പം വേരിയേഷൻ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏറ്റവും സ്യൂട്ടബിളായിട്ട് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ സി ആയ 50 to 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 75ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെക്നിക് ഈസ് യൂസ്ഡ് ഇൻ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ്? എ സതേൺ ബ്ലോട്ട്, ബി നോർത്തേൺ ബ്ലോട്ട്, സി വെസ്റ്റേൺ ബ്ലോട്ട്, ഡി ഈസ്റ്റേൺ ബ്ലോട്ട്. ഓക്കെ, എന്താണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ഈസ് എ ക്വിക്ക് വേ ടു കമ്പയർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇൻഡിവിജ്വൽസ്. ഓക്കെ, ഇറ്റ്സ് എ ടെക്നിക് വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ഡിഫറൻസസ് എമംഗ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികളുടെ ജീനിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ്. ഓക്കെ, അതിന് പേര് വരാൻ കാരണം നമുക്കറിയാം, ഓരോ ആൾക്കാർക്കും ഓരോ യുണീക്കായിട്ടുള്ള ഫിംഗർ പ്രിൻ്റ്, വിരലടയാളം ഉണ്ടല്ലേ. അതുപോലെ നമ്മുടെ ഡി എൻ എയിലും നമ്മുടെ യുണീക്കായിട്ടുള്ള ചില രേഖപ്പെടുത്തലുകളുണ്ട്. അത് വെച്ചുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിനെ വേറൊരു ഇൻഡിവിജ്വലിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിന് വിളിക്കുന്ന പേരാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ്. ഓക്കെ, ഇറ്റ് ഈസ് എ ക്വിക്ക് വേ ടു കമ്പയർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇൻഡിവിജ്വൽസ് ഓർ എമംഗ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? അലക് ജെഫ്രി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഓക്കെ, ആൻഡ് അലക് ജെഫ്രി ഈസ് ആൾസോ കൺസിഡർ ആസ് എ ഫാദർ ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ്. പല പേരുണ്ട് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിന്. ഡി എൻ എ പ്രൊഫൈലിംഗ്, ഡി എൻ എ ടെസ്റ്റ്, ഡി എൻ എ ടൈപ്പിംഗ്, അങ്ങനെ പല പേരുകൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൽ താഴെ പറയുന്ന ഏത് ബ്ലോട്ടിംഗ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര തരത്തിലുള്ള ബ്ലോട്ടിംഗ് ടെക്നിക്സ് ഉണ്ട് എന്ന് നമുക്ക് നോക്കിയാലോ. നമുക്കപ്പോൾ അതൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നോക്കിയേ, സതേൺ ബ്ലോട്ടിംഗ്, നോർത്തേൺ ബ്ലോട്ടിംഗ്, വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്നിങ്ങനെ നമുക്ക് പ്രധാനമായിട്ടും ബ്ലോട്ടിംഗ് ടെക്നിക്സിനെ 3 തരം തിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഡി എൻ എയിലുള്ള ഒരു പർട്ടിക്കുലർ സീക്വൻസിനെയാണ് തിരിച്ചറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്ലോട്ടിംഗ് ടെക്നിക്സാണ് സതേൺ പ്ലോട്ടിംഗ്. അതിന് ആ പേര് വരാൻ കാരണം ഈ ടെക്നിക്ക് ആദ്യമായിട്ട് കണ്ടുപിടിച്ച EM സതേൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ RNA സീക്വൻസിനെയാണ് ഡിറ്റക്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുപയോഗിക്കുന്ന ടെക്നിക്കാണ് നോർത്തേൺ പ്ലോട്ടിംഗ്. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പ്രോട്ടീനെയാണ് തിരിച്ചറിയേണ്ടതെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് വെസ്റ്റേൺ പ്ലോട്ടിംഗ്. കേട്ടോ, അപ്പോൾ EM സതേൺ കണ്ടുപിടിച്ചതുകൊണ്ടാണ് സതേൺ പ്ലോട്ടിംഗ്. മറ്റത് നോർത്തേൺ പ്ലോട്ടിംഗ് കണ്ടുപിടിച്ച നോർത്തേൺ എന്നല്ല, അതിനോടനുബന്ധപ്പെട്ട ടേം കൊടുത്തതേ ഉള്ളൂ. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ് അതുപോലെ. അതുകൊണ്ട് അതിനനുബന്ധപ്പെട്ട പേര് കൊടുത്തതേ ഉള്ളൂ. നോർത്തേൺ പ്ലോട്ടിംഗ് ആയി, പ്രോട്ടീൻ ആയതുകൊണ്ട് വെസ്റ്റേൺ പ്ലോട്ടിംഗ്. കേട്ടോ, പക്ഷേ സതേൺ പ്ലോട്ടിങ്ങിന് ആ പേര് വരാൻ കാരണം EM സതേൺ കണ്ടുപിടിച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ നമ്മൾ എന്തിൻ്റെ വേരിയേഷനാണ് കണ്ടുപിടിക്കുന്നത്? RNAയിലെ വേരിയേഷനാണോ, പ്രോട്ടീനിലെ വേരിയേഷനാണോ, DNAയിലുള്ള വേരിയേഷൻ ഡിഫറൻസ് ആണോ? DNAയിലാണ്. അപ്പോൾ ടു ഡിറ്റക്റ്റ് എ പർട്ടിക്കുലർ സീക്വൻസ് ഇൻ DNA അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ബ്ലോട്ടിംഗ് ടെക്നിക്ക് ഏതായിരിക്കും? സതേൺ ബ്ലോട്ടിംഗ് ടെക്നിക്കായിരിക്കും. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയാം. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ, സതേൺ ബ്ലോട്ട്.
Thanks for watching my video. The remaining part of the discussion part will be uploaded at the earliest. If you people feel this video very useful, please don't forget to like, comment, share and subscribe my channel. Thank you. Prepare very well and stay safe. Thank you once again.